അടുത്ത വർഷം പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അടുത്ത വർഷത്തെ രണ്ട് തെരഞ്ഞെടുപ്പ് അതിനിർണായകം തന്നെയാണ്. ഒന്ന് യു പിയിലെ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ഗുജറാത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നത് ആരാണോ അവർ തന്നെയായിരിക്കും 2029 വിജയിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് യു പി പിടിച്ചെടുക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെയും ഈ രണ്ട് സ്ഥലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകം തന്നെയാണ്. അതിൽ എടുത്തു പറയുന്നത് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്തിൽ ഇപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള ഒരു നേർചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ പറയുന്ന ഗുജറാത്തിൽ BJP ആണ് ഭരിച്ചുകൊണ്ടേയിരിക്കുന്നതെന്ന് പറയുന്നത്. ഇവിടെ കോൺഗ്രസും അതോടൊപ്പം തന്നെ AAP ഒക്കെ പഠിച്ച 18 നോക്കിയിട്ട് കാര്യങ്ങളൊന്നും തന്നെ വേണ്ടത്ര നടക്കുന്നില്ല. എന്നാൽ അതൊക്കെ ഇനി നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. അതായത് കോൺഗ്രസിന് നിലം തൊടാനായില്ല എന്ന് മാത്രമല്ല AAP എല്ലാ അർത്ഥത്തിലും തരിപ്പണമാവുന്ന തരത്തിലോട്ട് മാറിയ ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറിയിരിക്കുന്നത്. BJP തൂത്തുവാരി വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയ ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഗുജറാത്തിലെ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള ഈ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതായത് വിശദമായി തന്നെ ഈ വാർത്ത വായിക്കുകയാണെങ്കിൽ BJP 43 മുനിസിപ്പാലിറ്റി സീറ്റുകളും 370 നഗരപാലിക സീറ്റുകളും 52 ജില്ലാ പരിഷത്ത് സീറ്റുകളും 252 താലൂക്ക് പഞ്ചായത്ത് സീറ്റുകളും നേടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ എതിരില്ലാതെ വിജയിച്ച വലിയ തരത്തിലുള്ള ഒരു പാർട്ടിയായിരുന്നു BJP എന്നുള്ളതും എടുത്തു പറയണം. ഇവിടെ എതിരില്ലാതെ പോലും BJP വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ 90% സീറ്റുകളും BJP ഗുജറാത്തിൽ തൂത്തുവാരി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് തന്നെ. അതായത് ഗുജറാത്തിൽ ഈ നടന്ന തെരഞ്ഞെടുപ്പിൽ 90% സീറ്റുകളും BJP തന്നെ വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഇതിൽ 15 മുനിസിപ്പാലിറ്റി കണക്കെടുത്ത് കഴിഞ്ഞാൽ 15 മുനിസിപ്പാലിറ്റികളെ 1044 സീറ്റുകളിൽ BJP 937 സീറ്റ് വിജയിച്ചു. കോൺഗ്രസിന് ജയിക്കാനായത് 95ആണ്. AAPക്ക് ആണെങ്കിൽ 6 സീറ്റ് മാത്രമാണ് ലഭിച്ചതെന്ന് പറയുന്നത്. അതിൽ 84 നഗരപാലികകളിലെ 2624 സീറ്റുകളിൽ BJP 1976 സീറ്റുകളും നേടിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിന് 484ഉം AAPക്ക് 25ഉമാണ് നേടാനായത്. BJPയുടെ വോട്ട് വീതം 52%-ലേറെയും കോൺഗ്രസിന് 34%-വും AAPക്ക് 12%-വുമായിരുന്നു. ഇതിൽ ജില്ലാ പഞ്ചായത്ത് കണക്കെടുത്ത് കഴിഞ്ഞാൽ 34 ജില്ലാ പഞ്ചായത്തുകളിൽ 33 എണ്ണം BJP നേടി. അതായത് കോൺഗ്രസ് വട്ടപൂജ്യമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അവിടെ മാറി എന്നുള്ളതും വ്യക്തമാണ്. കോൺഗ്രസും AAP 1090 ജില്ലാ പഞ്ചായത്തുകളിൽ BJP 893 എണ്ണവും നേടി. കോൺഗ്രസിന് 140 എണ്ണമാണ് നേടാൻ സാധിച്ചത്. AAPക്ക് 55 എണ്ണവും ആണ് നേടാൻ സാധിച്ചത്. താലൂക്ക് പഞ്ചായത്തിൽ 5234 സീറ്റുകളിൽ 3829 സീറ്റുകളും നേടിയത് BJP ആണ്. 964 സീറ്റുകളാണ് കോൺഗ്രസിന് നേടാനായത്. എന്നാൽ AAPക്ക് 360 സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഗുജറാത്തിൽ ഒരു തൂത്തുവാരൽ വിജയം എന്ന് തന്നെ പറയാം BJPക്ക് നേടാൻ സാധിച്ചത് എന്നുള്ളത് വളരെയധികം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കുന്ന അളവിലുള്ള ഒരു വിജയം ലഭിച്ചില്ല എന്ന് മാത്രമല്ല തീർച്ചയായിട്ടും ഇത് വലിയ തോതിലുള്ള ഒരു പരാജയമായി പോയി എന്നുള്ളതും എടുത്തു കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. AAPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലം തൊടാനായില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന ഗുജറാത്ത് എന്നുള്ള നിലയ്ക്ക് വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും കോൺഗ്രസിനും AAPയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള ഒരു നിരാശയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയം നിലവിൽ ഭരണപക്ഷമായിട്ടുള്ള BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തോതിലുള്ള ഒരു വിജയം എന്ന് തന്നെ എടുത്തു കാണേണ്ട തരത്തിലോട്ടുള്ള ഒരു വമ്പൻ റെക്കോർഡ് വിജയം എന്ന് തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയണം.